ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബോക്സ് പ്ലീറ്റഡ് സ്കേർട്ട് തയ്ക്കുന്നത്. അപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ ഇതിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 19 ഇഞ്ചാണ് കേട്ടോ. ഞാൻ എൻ്റെ 8 വയസ്സായ മോൾക്ക് വേണ്ടിയാണ് ഈ സ്കേർട്ട് തയ്ക്കുന്നത്. യൂണിഫോം സ്കേർട്ട് എൻ്റെ തുണി കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മോളെ യൂണിഫോമിൻ്റെ സ്കേർട്ടിൻ്റെ തുണി കിട്ടിയത് കേട്ടോ. അപ്പോൾ അരവണ്ണം 22ആണ്. അപ്പം അതിൻ്റെ പകുതി 11 × 3 33ആണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കൂടെ +1 അതായത് 34 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ വീതി എടുക്കട്ടോ. തുണീൻ്റെ വീതി നമ്മൾ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിലാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ അടിഭാഗം തയ്ക്കാൻ കുറച്ച് വീതിയിലല്ല തയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 3 ഇഞ്ചാണ് കേട്ടോ അളന്ന് മാർക്ക് ചെയ്യണത്. പിന്നെ നമ്മൾ അരൻ്റെ ഇതിൻ്റെ ഭാഗമല്ലേ പട്ടക്ക് കൊടുക്കണ അതിന് 2 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ ഞാൻ 19 ഇഞ്ച് അടയാളപ്പെടുത്തിയത്. അല്ല 19 -2 ഇഞ്ച് ചെയ്ത് കണ്ടാണ് ഞാൻ തുണിയിൽ അടയാളപ്പെടുത്തി കേട്ടോ. അപ്പോൾ 17 ഇഞ്ചാണ് കേട്ടോ വരിക. പിന്നെ ഇത് നമ്മൾ പട്ടക്കുള്ള അരഭാഗം കൊടുക്കുന്ന പട്ടല്ലേ അതിന് വേണ്ടി ഞാൻ പീസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് 6 ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം നമ്മൾ എങ്ങനെയായാലും തയ്യൽ തുമ്പ് അര വെച്ച് കണ്ടാണ് ഇട്ട് കൊടുക്കുക. നമ്മൾ സ്കേർട്ടുമ്മൽ വെച്ച് ഒന്ന് നമ്മൾ മടക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കാനും പിന്നെ സ്കേർട്ടുമ്മൽ അര വെച്ച് കണ്ട് തയ്ക്കുമ്പോൾ 1/2 ഇഞ്ച് അങ്ങനെ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അതെടുക്കുന്നുണ്ട് കേട്ടോ. 5 ഇഞ്ചാണ് കേട്ടോ ഞാനിത്. 6 ഇഞ്ചാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് വെട്ടി എടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കി കഷ്ണം നമ്മൾ എന്ത് ചെയ്യുക, ബെൽറ്റിന് വേണ്ടി പീസാക്കി എടുക്കണ്ടേ. പിന്നെ ഇത് പോക്കറ്റിന് വേണ്ടിയാണ് കേട്ടോ അളവെടുക്കുന്നത്. 6 ഇഞ്ചാണ് കേട്ടോ വീതി. 6 ഇഞ്ച് വീതിയിലും 10 ഇഞ്ച് ലെങ്ത്തിലുമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പോക്കറ്റാണ് തയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഈ പോക്കറ്റിനെടുത്ത പീസിൻ്റെ നല്ല വശവും ഈ സ്കേർട്ടിന് നമ്മൾ എടുത്ത പീസിൻ്റെ നല്ല വശവും ചേർത്ത് കാണ്ടാണ് ഒരു ഭാഗത്ത് നല്ല വശം ചേർത്ത് കാണ്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ നമ്മൾ 2 മടക്കാക്കിയാണ്ടാണ് തുണി സ്കേർട്ടിൻ്റെ തുണി നമ്മൾ 2 മടക്കാക്കിയാണ് വെച്ച് കാണാണ്ട് വെട്ടീനി. അപ്പോൾ അത് ഒരു പീസ് എടുത്ത് കാണ്ടാണ് കേട്ടോ ഇതിന്മേൽ ഫസ്റ്റ് ജോയിൻ്റ് ചെയ്യേണ്ടി. ഇനി നമ്മൾ ഇതിൻ്റെ മേത്തിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യട്ടോ. ഇതൊന്ന് പതിഞ്ഞിക്കാനാണ് വേണ്ടി സ്റ്റിച്ച് ചെയ്യണത്.
ഞാൻ എന്തടിക്കുമ്പോഴും അതിൻ്റെ മേലെ 2 സ്റ്റിച്ചിങ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ. ഞാൻ പോക്കറ്റിന് അളവെടുക്കുമ്പോൾ മടക്കി വെച്ചുകൊണ്ട്, അതായത് മടക്കി വെച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ തുണി കട്ട് ചെയ്തത്. അപ്പോൾ ഇത് അടുത്ത ഭാഗം ഇതേമാതിരി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, ബോക്സ് പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അളവെടുത്തുകൊണ്ട്, അപ്പോൾ നമ്മൾ ആദ്യം 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. പിന്നെ 3 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്ലീറ്റ് ഇടാൻ വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതുപോലെ 3 ഇഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത്, ഇത് ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇത് ഫുള്ള് മാർക്ക് ചെയ്ത് വെക്കണതാണ് കേട്ടോ നല്ലത്. എന്നാൽ പിന്നെ നമ്മൾ ആ മാർക്ക് ചെയ്തതിനനുസരിച്ച് പ്ലീറ്റ് ചെയ്ത് കണ്ട് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തത്, അത് നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ച സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, 3 ഇഞ്ച് ആ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ചിലേക്ക് മടക്കിക്കാണ്ട് വെച്ച് കൊടുക്കട്ടെ ചെയ്യണേ ഇതുപോലെ. എന്നിട്ട് നമ്മൾ ആദ്യം 3 ഇഞ്ച് മാർക്ക് ചെയ്ത് രണ്ടാമത്തെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് നമ്മളെന്ത് ഉള്ളോട്ട് മടക്കിക്കാണ്ട് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ബോക്സിൻ്റെ ആകൃതിയിൽ വരും കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇത് ആദ്യം തന്നെ ഒന്നായിട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇതേമാതിരി പിന്നെ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി ഈ പ്ലീറ്റ് ഇടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ഇട്ട പ്ലീറ്റിൻ്റെ ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് ഇട്ടാൽ അത്രയും നല്ലതുണ്ട്. കാരണം കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടും കേട്ടോ. കാരണം നമ്മൾ ആ പ്ലീറ്റ് ഇട്ടത് കുറച്ചും കൂടി ഒന്ന് പെർഫെക്ഷൻ കിട്ടും. ഞാൻ എൻ്റെ മോളെ കഴിഞ്ഞ കൊല്ലത്ത് മിഡി തയ്ച്ചത് വേറെ ഒരാളാണ്, ഞങ്ങൾ ടൈലറാണ്. അപ്പം ആ ഒരു സ്കേർട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് അങ്ങനൊരു ഓപ്ഷൻ എനിക്ക് തോന്നിയത് കേട്ടോ. അത് എനിക്ക് തോന്നിയതാണ്. അപ്പം എനിക്കത് കണ്ടപ്പം ഞാൻ ഇതിനെക്കാട്ടും കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയപ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇത് പ്ലീറ്റ് ഇടുമ്പോൾ നല്ല അടുപ്പിച്ച് ചെയ്യട്ടോ. അടുത്ത പോയിൻ്റ് നമ്മൾ ഇതിനോട് അടുപ്പിച്ച് കണ്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഇതിൽ എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാനിത് പോക്കറ്റ് ആദ്യം തന്നെ തയ്ച്ച് കണ്ട് വെക്കണം കേട്ടോ. പക്ഷെ ഞാൻ ഇത് പ്ലീറ്റ് ഇട്ട് പകുതി ആയപ്പോഴാണ് ഞാൻ ആ പോക്കറ്റിൻ്റെ എനിക്ക് ഓർമ്മ.
അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ഒരു ഭാഗം പ്ലീറ്റ് ഇട്ട് തയ്ച്ചതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ പോക്കറ്റുമ്മ നിൽക്കണത് കേട്ടോ. പിന്നെ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വല്ലാതൊന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇനി പോക്കറ്റാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ 2 പോർഷനായി കണ്ടല്ലോ നമ്മൾ സ്കേർട്ട് കട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ പോക്കറ്റിന് വേണ്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങളിൽ അത് 2 ഭാഗം കൂടി ഒരുമിച്ച് വെച്ചിട്ട് പോക്കറ്റ് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം 1 ഇഞ്ചിൽ നമ്മളാദ്യം മാർക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യട്ടോ. പിന്നെ നമ്മൾ ആ ഒരു കൈ പോവാൻ എന്താണ് ആ പോക്കറ്റിൽ നമുക്ക് ഒരു 4 ഇഞ്ചിൽ ഒഴിവിട്ടിട്ടാണ് പിന്നെ നമ്മൾ തയ്ക്കണത് കേട്ടോ. പിന്നെ അത് അടയാളപ്പെടുത്തി 4 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അടയാളപ്പെടുത്തിയിട്ട് 4 ഇഞ്ച് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കണ്ട് അവിടെ വെട്ടി കൊടുക്കുക. പോക്കറ്റ് മേലിട്ടോ അത് ഇതുപോലെ വെട്ടി കട്ട് ചെയ്ത് കണ്ട് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പോക്കറ്റായി. ഇനി അടുത്ത ഭാഗം പ്ലീറ്റ് ഇട്ട് തുടങ്ങാം കേട്ടോ. ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ മാർക്ക് ചെയ്ത് കണ്ട് 3 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ഞാനിത് പ്ലീറ്റ് ഇടണത്. ഇപ്പം ഇത്ര വീതി വേണ്ടെങ്കിൽ നമുക്ക് 2 ഇഞ്ച് 2.5 ഇഞ്ചിലൊക്കെ ബോക്സ് പ്ലീറ്റ് ഇടാം കേട്ടോ. ഇതിൻ്റെ ബാക്കി വീഡിയോ എൻ്റെ 2 മക്കളെ തല്ലുകൂടി കണ്ട് ക്യാമറ എൻ്റെ ഫോണ് താഴെയിട്ട്. അപ്പോൾ പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്?